പിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ 5 വർഷവും കൂടി അധികാരത്തിലിരുത്താൻ വേണ്ടി BJP ഇത് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സാധ്യത. പിന്നെ കൃത്രിമം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾ പ്രതിരോധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്താണ്, ജനങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരെ വിധി എഴുതിയിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളല്ല. നമസ്കാരം. 4-ാം തീയതി ഫലം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തലിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ടപ്പെട്ടവരോട് നിർദ്ദേശിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ പലരും ഇതിനെ പല രീതിയിലാണ് കാണുന്നത്. ചിലരൊക്കെ തമാശയായി കാണുന്നു, ചിലരൊക്കെ അത് ഗൗരവകരമായി കാണുന്നു. പക്ഷേ ഞാൻ കാണുന്നത് 4 സ്ഥലങ്ങളിൽ സ്ട്രോങ് റൂം തുറന്ന ഒരു വിവാദമുണ്ടായിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു കൃത്രിമം നടന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണോ പിണറായി വിജയൻ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതായി പറയപ്പെടുന്നത്? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത്, ഈ 4-ാം തീയതി ഇത് വന്നാൽ 5-ാം തീയതി തന്നെ പന്തലിടാൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നു എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയരുത്. അത് ഒരു പത്രത്തിൽ മാത്രം, മംഗളം എന്ന് പറയുന്നൊരു പത്രത്തിൽ ഭരണതലത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ടെന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വയംഭൂവായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ മംഗളം പത്രത്തിൽ എഴുതിയ ഒരു വാർത്തയാണ് ഇങ്ങനെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, ഈ പ്രചാരമില്ലെങ്കിലും ഒരു പാരമ്പര്യമുള്ള ഒരു പത്രമാണ് മംഗളം. അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? അല്ല, ഞാൻ പറയുന്നത്, അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ, ഇപ്പോൾ ഉള്ള പൊതുധാരണയ്ക്ക് വിരുദ്ധമായി പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നു 99% ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ തിരിച്ചു വരുമെന്നും പന്തലിടാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു വാർത്ത വരുന്നത്. സ്വാഭാവികമായും വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മരംവെട്ടുകാരൻ്റെ ഒരു ചാനലിലൂടെയുണ്ട്, ആ ചാനലെങ്കിലും അത് പറയേണ്ടതായിരുന്നു. പക്ഷേ വേറെ ഒരു മാധ്യമവും, ഒരു ദൃശ്യമാധ്യമവും, ഒരു അച്ചടി മാധ്യമവും, സാമൂഹ്യ മാധ്യമങ്ങളും ഒരാളും ഇത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളത് തന്നെ അത് അസംബന്ധമാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അത് ട്രോളാണെന്നുള്ള രീതിയിലും വരുന്നു. അപ്പോൾ ഞാനത് 1-2 തരത്തിൽ അതിനെ ഞാൻ വിശകലനം ചെയ്യാം. ഒന്ന്, ഇപ്പം 4-ാം തീയതിയാണ് റിസൾട്ട് വരാൻ പോകുന്നത്. അതെ, 4-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 5-ാം തീയതി ഒരിക്കലും പന്തലിടാൻ പറ്റില്ല. കാരണം പന്തലിടുന്നത് സത്യപ്രതിജ്ഞയ്ക്കാണ്. അതെ. അപ്പം 4-ാം തീയതി റിസൾട്ട് വന്നു, 5-ാം തീയതി പന്തലിട്ടു എന്ന് പറഞ്ഞാൽ 4-ാം തീയതി റിസൾട്ട് വന്നാൽ ഉടനെ 5-ാം തീയതി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. അത് കഴിയില്ല. കാരണം എന്താ, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പം 4-ാം തീയതി പിന്നെ റിസൾട്ട് വന്നു, പിണറായി വിജയൻ വിജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി കൂടണം. കൂടിയിട്ട് എല്ലാ ഘടകകക്ഷികളും പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കണം. അതിനുശേഷം തന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു, തന്നെ സത്യപ്രതിജ്ഞ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഗവർണറുടെ അടുത്ത് പോകണം. ഗവർണർ അതിന് സത്യപ്രതിജ്ഞയ്ക്ക് സമയം കൊടുക്കണം. ഇതിനെല്ലാം കൂടി ചുരുങ്ങിയത് ഒരു 2-3 ദിവസമെങ്കിലും എടുക്കും. അല്ല, ഈ 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്തലുണ്ടാക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പന്തലൊക്കെ ആകുമ്പോൾ അല്ല ഞാൻ പറഞ്ഞത് ദിവസങ്ങൾ വേണ്ടി വരും. അല്ല, എന്തായാലും 4-ാം തീയതി റിസൾട്ട് വന്നാൽ 5-ാം തീയതി പന്തലിടണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5-ാം തീയതി പന്തലിടുന്നുള്ള ഉറപ്പാണല്ലോ. ഒരു പന്തലിടാൻ 2-3 ദിവസത്തിനൊന്നും ആവശ്യമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾക്ക് തന്നെ ഏറ്റവും ചുരുങ്ങിയ 2-3 ദിവസം എടുക്കും എന്നിരിക്കെ 4-ാം തീയതി റിസൾട്ട് വന്ന് 5-ാം തീയതി പന്തലിട്ടു എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. പിന്നെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാർത്ത എഴുതുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു വാർത്ത എഴുതി കഴിഞ്ഞാൽ അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്നറിയാനുള്ള തലയ്ക്കുള്ളിൽ നാരായണനുണ്ട് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളുമൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഇത് ചർച്ച ചെയ്യുന്നത് കണ്ടു. ഞാൻ എൻ്റെ പ്രതിപക്ഷം വീഡിയോ പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാനും ഇത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇതൊന്ന് ഒരാളുകൾ ചർച്ച ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് എഴുതിയതാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും സ്ട്രോങ് റൂം തുറന്നു. അപ്പോൾ എന്തെങ്കിലും കൃത്രിമം ഇതിനകത്ത് നടക്കാൻ സാധ്യതയില്ലേ എന്നൊക്കെ സ്വാഭാവികമായും ചിന്തിക്കാവുന്നതല്ല. അത് ഒരു സ്ഥലത്ത് മാത്രമായിരുന്നെങ്കിൽ അതൊരു യാദൃശ്ചികമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുറന്നതായിരിക്കും എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് വെള്ളിമാട് കുന്ന്, പേരാമ്പ്ര, അതുപോലെ ബ്രണ്ടൻ കോളേജിലെ പുതുപ്പള്ളി, ഇവിടെ 4 സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ്. അല്ല, സംഭവിച്ചത് സ്വാഭാവികമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതും നമുക്ക് പറയാം. ഇപ്പോൾ കോൺഗ്രസ് തന്നെ അസ്വാഭാവികത അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്.
പക്ഷേ അസ്വാഭാവികത അവർ ഉന്നയിച്ചെന്ന് പറയുമ്പോഴും കൃത്രിമം നടന്നു എന്ന് അവർക്ക് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സ്ട്രോങ് റൂം തുറന്നു, അതിൻ്റെ ഒരു മെറ്റീരിയൽ റൂം തുറന്നു, അത് തുറക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ഈ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ഉള്ള നിലയിലൊന്നും അവർക്ക് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. കോടതി ഇന്നലെ ഇടപെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അല്ല, കോടതി ഇടപെട്ടത് പോസ്റ്റൽ ബാലറ്റാണ്. എന്തായാലും അതൊരു ദുരൂഹത. അല്ലല്ല, പോസ്റ്റൽ ബാലറ്റ് മാത്രമല്ല, ഈ വിഷയത്തിൽ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാരുടെ ഹർജിയിന്മേൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നടപടി എടുത്തിട്ടില്ല, കോടതി ഇടപെട്ടില്ലെങ്കിൽ പോലും നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം അതൊക്കെ ദുരൂഹത ഉണ്ട് എന്നൊക്കെ ഉള്ളത് ശരി തന്നെ. പക്ഷെ അത് കൃത്രിമം അതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഈ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം BJP നടത്തിയതായി മറ്റ് പല സംസ്ഥാനങ്ങളിലും ആരോപണങ്ങൾ വന്നിട്ടുള്ളത് വോട്ടിംഗ് യന്ത്രങ്ങളെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയറിൽ മാനിപ്പുലേഷൻസ് വരുത്തി എന്നുള്ള നിലയിലാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ഓരോ സ്ട്രോങ് റൂമിലും കയറി വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതല്ല ഇതുവരെ വന്നിട്ടുള്ള ആരോപണം. അതിപ്പം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടും ഹരിയാനയൊക്കെയായിട്ട് ബന്ധപ്പെട്ടും കർണാടകവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ അദ്ദേഹം തെളിയിക്കാൻ ശ്രമിച്ചത് ഇത് ജില്ലയ്ക്ക് പുറത്തിരുന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് ഒരു കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് സോഫ്റ്റ്വെയറിലൂടെ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഓരോ സ്ട്രോങ് റൂമിലും ചെന്നിട്ട് ഇത് ചെയ്തു എന്നുള്ളതല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇനി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഇത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത്. BJPയുടെയും കൂടെ BJPയുടെ അറിവോടുകൂടിയും അവരുടെ അനുവാദത്തോടുകൂടിയും അവരുടെ നേതൃത്വത്തിലല്ലേ ഇത് ചെയ്യാൻ പറ്റും. തീർച്ചയായും കേന്ദ്ര സേനയാണല്ലോ അതിന്റെ സുരക്ഷാ ചുമതല. സർക്കാർ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, തട്ടിക്കൊടുത്ത് വിടും. കാരണം സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലല്ലല്ലോ ഇപ്പൊ ഭരണം. അതെ അതെ അതെ. അപ്പോൾ BJP ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ BJP അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ BJPക്ക് അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി BJP അത് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണം. അവർ അധികാരത്തിലേക്ക് അവർക്ക് വരാൻ പറ്റണം. അവിടെ എന്തായാലും അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ കേരളത്തിൽ ഒരു അധികാരത്തിലേക്ക് എന്തായാലും ഈ കൃത്രിമം കാണിച്ചാലേ അവർ വരാം. പിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? പിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ 5 വർഷവും കൂടി അധികാരത്തിലിരുത്താൻ വേണ്ടി BJP ഇത് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സാധ്യത അല്ലേ? എന്ന് പറഞ്ഞാൽ 2031 BJPക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി പിണറായി വിജയൻ ഒരു 5 വർഷം കൂടെ കൊടുക്കുക. അതും പ്രായോഗികമല്ല എന്നത് വസ്തുതയാണ്. കാരണം എന്താ, 2031 സാധ്യത എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഫലത്തിൽ പിണറായിക്ക് ഒരു 5 വർഷം കിട്ടുകയാണ് സംഭവിക്കുക. പിണറായി 5 വർഷം നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ പിണറായിയുടെ സർക്കാർ ചിലപ്പോൾ ഇനിയും തുടർന്ന്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യം. പിണറായി വിജയൻ ഇനി നല്ലൊരു സർക്കാർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ വരുന്ന സർക്കാർ ഇടത് സർക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ പിണറായി വിജയൻ ആയിരിക്കുമല്ലോ. പക്ഷേ ഇടത് സർക്കാർ വന്നാൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ മാറും. പിണറായി വിജയൻ മാറിയിട്ട് നല്ലൊരു ഭരണം അവർ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ 31 അപ്പം അതുകൊണ്ട് 31 രാഷ്ട്രീയ സാഹചര്യം നമുക്കിപ്പം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പം 31 തങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് BJP അത് ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി വിജയനെ ഒന്നുകൂടി അധികാരത്തിൽ കയറ്റി വെക്കാൻ തക്ക പൊട്ടന്മാരാണ് BJP എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം പിന്നെ ഇപ്പം ബംഗാളിൽ അവർ കൃത്രിമം നടത്തി എന്ന് പറഞ്ഞാൽ അതിനൊരു ലോജിക്കുണ്ട്. കാരണം അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ഒരു വലിയ മുന്നേറ്റം 2 സീറ്റിൽ നിന്ന് 77 സീറ്റിലേക്കൊക്കെ വന്നത്. അപ്പം ആ ഒരു സാധ്യത അവർക്ക് അവിടെ ഉള്ളതുകൊണ്ട് അവരവിടെ അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ കേരളത്തിൽ അതിൻ്റെ യാതൊരു കാര്യവുമില്ല. എന്ന് മാത്രമല്ല കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല എന്നുള്ളത് അവർക്കറിയാം. കാരണം കേരളത്തിൽ 3 മതങ്ങളുണ്ട്. ഈ 3 മതങ്ങളിൽ നിന്നും കൂടി പിന്നെ ഒരു 10-30-35% വോട്ട് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് അത് കിട്ടാനുള്ള സാധ്യത പരമാവധി ഒരു 20% സീറ്റ് ചിലപ്പോൾ വോട്ട് ചിലപ്പോൾ കിട്ടി. അതിനപ്പുറത്തേക്ക് കിട്ടാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്രിമം കാണിക്കാനുള്ള സാധ്യത തുലം കുറവാണ്. ഇനി നമ്മൾ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗമൊന്ന് നോക്കിയേക്ക്. എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വരുമെന്ന് നമ്മൾ പറയുന്നത്? UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ കാരണം വെച്ചാൽ UDFന് അനുകൂലമായി കൃത്യമായിട്ടുള്ള ഒരു തരംഗ സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണത്തിന് 2021 ഏതാണ്ട് ഒരു 30-40% മുസ്ലിങ്ങൾ LDFനാണ് വോട്ട് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ക്രിസ്ത്യാനികൾ പരിപൂർണമായിട്ടും LDFനാണ് വോട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? നായന്മാരുടെ വോട്ട് വലിയ തോതിൽ BJP കൊണ്ടുപോയി.
അപ്പോൾ ഇതെല്ലാം LDF വലിയ അനുകൂലമായിട്ട് 2021 വന്നു. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കി 1.25% മുസ്ലിം വോട്ട് CPM കിട്ടുമോ ഇത്തവണ? 1.25% ക്രിസ്ത്യൻ വോട്ട് CPM കിട്ടുമോ? അത് കാരണം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. നായന്മാരുടെ വോട്ട് ഒന്നുപോലും കിട്ടാൻ പോകുന്നില്ല. BJPക്ക് അല്ല പോകാൻ പോകണം. അതെല്ലാം ഈ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് UDF പോരാൻ പോരുന്നത്. അതുപോലെ തന്നെ നാടാരുടെ വോട്ട്. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളുടെ വോട്ട് വലിയ തോതിൽ UDF കിടിപ്പിക്കാൻ. ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ തോതിൽ വിള്ളൽ UDF അനുകൂലമായി ഉണ്ടാകാൻ പോകുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ശബരിമല കൊള്ളയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഹിന്ദു വോട്ടിലും വിള്ളൽ UDF അനുകൂലമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലയിലുള്ള വലിയ ഒരു തരംഗം UDF അനുകൂലമായി ഉണ്ടാകും എന്നുറപ്പായി. ഇനി അതിന് മുകളിലാണ് ഭരണവിരുദ്ധ തരംഗം, പിണറായി വിരുദ്ധ തരംഗം. അപ്പം ഇവർക്ക് അനുകൂലമായി വലിയൊരു തരംഗം ഉണ്ടാകാൻ പോകുന്നു എന്ന് ഉറപ്പായിരിക്കെ വന്നിട്ടുള്ള സർവേകളിലെല്ലാം അത് പ്രതിഫലിച്ചിരിക്കെ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചിട്ടാണ് തർക്കം എന്നിരിക്കെ അതെല്ലാം മറികടന്നുകൊണ്ട് അതിനെല്ലാം മുകളിൽ കയറി നിന്നു വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് തുലം കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും നടന്നാൽ വലിയ കലാപം ഉണ്ടാവും കേരളത്തിൽ. ജനങ്ങളത് ജനങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇത്തരം ഒരു സംഭവം ഒരു അട്ടിമറി ഉണ്ടായിരുന്നിരിക്കട്ടെ, അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ ആര് തയ്യാറാവുന്നുള്ളതാണ്. അല്ല ഇപ്പം ഒരു കൃത്രിമം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജനങ്ങൾ പ്രതിരോധിക്കുന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കാരണം എന്താണ്, ജനങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരെ വിധി എഴുതിയിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളല്ല. മനസ്സിലായില്ലേ? ആ ജനങ്ങൾ ഇതുപോലൊരു കൃത്രിമം ഒരു കാരണവശാലും അനുവദിക്കില്ല. വലിയ തോതിലുള്ള കലാപം ഉണ്ടാവും കേരളത്തിൽ. കാരണം ജനങ്ങളാണ് ഈ ഗവൺമെൻറ് ഇറക്കി വിട്ടിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാരണങ്ങളെല്ലാം കൂടി നമ്മളെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ഇത് പിണറായി വിജയനെ ട്രോളിയതാവാനാണ് സാധ്യത. ഇനി അതല്ല, പിണറായി വിജയൻ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ പണ്ട് ലാവലിൻ കേസിൻ്റെ കാര്യത്തിൽ എഴുതിയ പോലെ പിണറായി വിജയൻ്റെ തലച്ചോറ് പരിശോധിക്കേണ്ടി വരും. അല്ല, അത് താങ്കൾ മുമ്പ് പറഞ്ഞതുപോലെ ആർ ബാലകൃഷ്ണപിള്ള ഇതേപോലൊരു കാര്യം. ആർ ബാലകൃഷ്ണപിള്ള വർഷങ്ങളോളം മന്ത്രിയായിട്ടിരുന്നു. അവസാനം തോറ്റു കഴിഞ്ഞിട്ടും ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് താൻ തോറ്റു എന്നുള്ളത് റീകൺസൈൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു ദിവസം രാവിലെ ആർ ബാലകൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട്, വണ്ടി സെക്രട്ടറിയിലേക്ക് വിട് എന്ന് പറഞ്ഞ് പാഞ്ഞ് സെക്രട്ടറിയിലേക്ക് വന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ നയനാർ 2 തവണയായിട്ട് 9 വർഷം ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നയനാർക്ക് ഈ പോലീസ് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നതും സല്യൂട്ട് ചെയ്യുന്നതും കാണാൻ പറ്റാത്ത ഒരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതുപോലെയുള്ള ഹലൂസിനേഷൻസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പിണറായി വിജയൻ ഒരു സാധാരണ മുഖ്യമന്ത്രിയായിട്ടല്ല 10 വർഷം ജീവിച്ചത്. അതെ, പിണറായി വിജയൻ ഏറ്റവും വലിയൊരു ഏകാധിപതിയായി, സുഖലോലുപനായി എന്ന് മാത്രമല്ല എല്ലാ അധികാരങ്ങളും അതിൻ്റെ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ടാണ് അയാൾ 10 വർഷം. ഒറ്റയ്ക്കല്ല, കുടുംബത്തോടൊപ്പം. ഞാൻ പറഞ്ഞ കുടുംബത്തിനവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ഇയാളുടെ കാര്യം നമ്മൾ എടുക്കൂ. ഇയാൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല കഴിഞ്ഞ 10 വർഷം അയാൾ ജീവിച്ചത്. മനസ്സിലായി? അയാളെ കാണുമ്പോഴത്തേക്ക് പോലീസുകാർ വരുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, അവർ ബഹുമാനിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷവും ദിവസവും കണ്ട് ശീലിച്ച പിണറായി വിജയന് ഇതില്ലാതിരിക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. മാനസികമായി പോലും അയാൾക്കത് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ അന്ന് ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വരദാചാരി ഇത് ഈ ലാവ്ലിൻ കേസിൽ ടെൻഡർ ഇല്ലാതെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ടെൻഡർ ഇല്ലാതെ ലാവ്ലിൻ കമ്പനിക്ക് കരാർ കൊടുക്കുകയും ലാവ്ലിൻ കമ്പനി 100 കോടി രൂപയുടെ ഒരു മലബാർ ക്യാൻസർ സെൻറ്റർ തരാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഡർ ഇല്ലാതെ ഇത് തരികയും ചെയ്യണമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ അംഗീകരിച്ചപ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഈ ടെൻഡർ വേണ്ടേ? അതല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഇത് എക്സോർബിറ്റൻ്റ് റേറ്റിൽ ലാവ്ലിൻ കമ്പനിക്ക് കൊടുക്കാൻ കഴിയുക എന്ന് അന്നത്തെ ധനകാര്യ സെക്രട്ടറി വരദാചാരി ചോദിച്ചപ്പോൾ വരദാചാരിയുടെ തല പരിശോധിക്കണം എന്ന് ഫയലിൽ എഴുതിയതാണ് പിണറായി വിജയൻ. അതുപോലെ പിണറായി വിജയൻ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ്റെ തല പരിശോധിക്കേണ്ടി വരും എന്നത് 100% ഉറപ്പാണ്. അതെല്ലാവർക്കും ബോധ്യമായതുകൊണ്ടാണ് മംഗളത്തിൽ വന്ന ഈ വാർത്ത മംഗളത്തിൽ മരിച്ചത്. മംഗളത്തിൽ ജനിച്ച ഈ വാർത്ത മംഗളത്തിൽ മരിച്ചു. അതായത് ഈ മരംവെട്ടുകാരൻ്റെ ചാനലിൽ ഇരുന്നിട്ട് ആ മരംവെട്ട് കേസിലെ പ്രതി, ആ വൃത്തികെട്ടവൻ എല്ലാ ദിവസവും ഇപ്പോഴും
എല്ലാ ദിവസവും ഇപ്പോഴും പിന്നെ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവൻ പോലും ഈ മംഗളത്തിലെ ഈ വാർത്ത എടുത്തില്ല എന്ന് പറയുമ്പോൾ അത് ചവറ്റുകൊട്ടയിൽ കളയേണ്ട വാർത്തയാണ് എന്നത് വ്യക്തമാണ്. പക്ഷേ അത് എഴുതിയവൻ ബുദ്ധിമാനായതുകൊണ്ട് നമ്മളെപ്പോലുള്ളവരും ചർച്ച ചെയ്യും എന്ന് അവനറിയാം. ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അവൻ അതിൻ്റെ കുറച്ച് പബ്ലിസിറ്റി കിട്ടും. നാരായണൻ പിന്നെ 10 ആൾ അറിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 10,000-കണക്കിന് ആളുകൾ അറിയും. ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് അവൻ ചെയ്തു എന്നുള്ള നിലയിൽ അവനെ നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് അവനൊരു മാപ്പ് കൊടുക്കാം എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ചത്. അപ്പോൾ എന്തായാലും ഇതിലൊരു ആശങ്ക ചെറുതായിട്ടെങ്കിലും നിലനിൽക്കുന്നുണ്ട്. കാരണം പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയതാണോ ഇനി ഈ വാർത്ത യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. എന്തായാലും നമ്മളൊരു 4 ദിവസം കൂടി കാത്തിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും കാണാം.